കുറച്ച് റോഡ് ത്രില്ലേഴ്സ് കണ്ടാലോ? റോഡ് ത്രില്ലേഴ്സോ? അതെന്ത് സാധനം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? വാ, ഞാൻ പറഞ്ഞുതരാം. സാധാരണയായിട്ട് ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ഹൈവേയിൽ നടക്കുന്ന കില്ലിങ്, ചേസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് റോഡ് ത്രില്ലേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലോകേഷ് കനകരാജിൻ്റെ കൈദി ഒരു റോഡ് ത്രില്ലേഴ്സിന് എക്സാമ്പിളാണ്. അങ്ങനത്തെ 3 സിനിമകളാണ് ഞാൻ നിങ്ങൾക്കിന്ന് സജസ്റ്റ് ചെയ്യുന്നത്. അതിലെ അവസാനത്തെ സിനിമ 1971 ഇറങ്ങിയ ഒരു ക്ലാസിക് ഐറ്റമാണ്. സോ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യത്തെ സിനിമ എലോൺ. മലയാളത്തിൽ ലാലേട്ടൻ ഇറക്കിയ എലോൺ അല്ല, ഇതൊരു ഹോളിവുഡ് സിനിമയാണ്. ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഒരു ലോങ് റോഡ് ട്രിപ്പിന് ഇറങ്ങിയിട്ടുള്ള വിഡോ ആയിട്ടുള്ള നായിക. ഈ നായിക റോഡിലൂടെ പോകുമ്പോൾ വേറൊരു കാറിലുള്ള ഒരാൾ ഇവരെ ഫോളോ ചെയ്യുന്നതായിട്ട് ഇവർക്ക് തോന്നുന്നു. പിന്നീട് ഇയാൾ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും വീണ്ടും ഇവർ തമ്മിൽ കണ്ടുമുട്ടും. പിന്നീട് ഇയാൾ ഇവരെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നതും ഈ ട്രാപ്പിൽ നിന്ന് നായിക എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമ. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്, മസ്റ്റ് വാച്ച്. രണ്ടാമത്തെ റോഡ് ത്രില്ലർ സജഷൻ എന്ന് പറയുന്നത് സ്ട്രേഞ്ച് ഡാർലിംഗ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. റോഡ് ത്രില്ലർ എന്നതിലുപരി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടിയാണ് ഈ ഒരു സിനിമ. വളരെ നോൺ ലീനിയർ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഇത്. സോ ഒരു ഒറ്റ വാച്ചിൽ നമുക്ക് ചിലപ്പം ഇത് മനസ്സിലാവണമെന്നില്ല. ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, പുതുതായി പരിചയപ്പെട്ട ഒരു കപ്പിൾസ്, ഇതിൽ നായകനും നായികയ്ക്കും പരസ്പരം അറിയില്ല. ഇവര് പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് നായകൻ ഒരു സീരിയൽ കില്ലറാണെന്ന് നായിക തിരിച്ചറിയും. പിന്നീട് ഇവർ തമ്മിൽ നടക്കുന്ന ഒരു ചേസിങ്ങും കുറച്ച് സ്ലാഷർ സീൻസും എല്ലാം ഈ ഒരു സിനിമയിൽ ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഗംഭീര ട്വിസ്റ്റ് ഒളിച്ചിരിക്കുന്നുണ്ട്. ഞാനും ഈ ഒരു സിനിമ ആ ഒരു ട്വിസ്റ്റ് വന്നപ്പോൾ ഷോക്കായിപ്പോയി. നമുക്കൊരു ക്ലൂ പോലും ആ ഒരു ട്വിസ്റ്റിനെ പറ്റി നമുക്ക് കിട്ടില്ല. സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലും ആമസോൺ പ്രൈമിലും ലഭ്യമാണ്. സോ ഞാൻ പറഞ്ഞ അവസാനത്തെ സിനിമയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 1971 ഇറങ്ങിയ ഡുവൽ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ക്ലാസിക് ത്രില്ലർ. ഇതൊരു ക്ലാസിക് ആണെന്ന് ഞാൻ വിളിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമയിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഒരു നായകനും പിന്നെ ആ ഒരു 2-3 ആൾക്കാർ മാത്രമേ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. ആക്ച്വലി വില്ലൻ്റെ മുഖം സിനിമ കഴിയുന്നത് വരെ കഴിഞ്ഞിട്ടും വെളിപ്പെടുത്തുന്നില്ല. ആക്ച്വലി എങ്ങനെയായിരിക്കും ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഒരു ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു സിനിമ നിങ്ങൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഒരു ലോങ് ട്രിപ്പിന് ഇറങ്ങുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോങ് ട്രിപ്പിന് ഇറങ്ങുന്ന നായകൻ അയാളെ ഒരു ട്രക്ക് ഫോളോ ചെയ്യുന്നു. പിന്നീട് ഈ ഒരു ട്രക്ക് ഡ്രൈവർ ഒരു സൈക്കോ ആണെന്ന് നായകൻ മനസ്സിലാക്കുന്നു. ഇയാൾ പോകുന്ന സ്ഥലത്തെല്ലാം ഈ ട്രക്ക് കാണുകയും ഈ ട്രക്കിലുള്ള ഈ ഒരു ട്രക്ക് ഡ്രൈവർ ട്രക്ക് ഉപയോഗിച്ച് ഇയാളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഓരോ ഫ്രെയിമിലും ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മൂവി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്.